Hi everyone, I am Vineetha Sunil and you are watching Vinees Maths. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയൊരു സാധനമാണ്. അതായത് പ്രൈം നമ്പേഴ്സ് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഈസി മെത്തേഡിലൂടെ നമ്മൾ പ്രൈം നമ്പേഴ്സിനെ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ നമ്പേഴ്സൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് മിക്ക കുട്ടികൾക്കുള്ളൊരു സംശയമാണ്. അതിനാണ് ഈ പ്രൈം നമ്പർ എന്ന ഒരു കോൺസെപ്റ്റ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് കിടക്കുകയാണ്. എന്താണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ മുൻപോട്ട് പോകരുത്. ബിക്കോസ് കോൺസെപ്റ്റ് ഇസ് പവർ. ഓക്കെ, അപ്പം നമ്മൾ പ്രൈം നമ്പറിലേക്ക് ഒന്ന് കിടക്കുകയാണ്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയും. അതായത് ഒരു നമ്പറിന് വെറും 2 ഫാക്ടർ മാത്രമേ ഉള്ളുവെങ്കിൽ, അല്ലെങ്കിൽ 2 ഘടകം മാത്രമേ ഉള്ളുവെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യ എന്ന്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ ആദ്യം എടുത്തു നോക്കാം. ഇപ്പോൾ 3 എന്നുള്ളൊരു നമ്പർ, ഈ 3 എന്ന നമ്പറിന് വെറും 2 ഫാക്ടർ മാത്രമേ ഉള്ളൂ. വാട്ട് ഇസ് ദാറ്റ് ഫാക്ടേഴ്സ്? 3 and 1. അതായത് ആ നമ്പറും പിന്നെ 1ഉം മാത്രമേ ഫാക്ടർ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ നമ്മൾ എടുത്താൽ 2 എന്ന പ്രൈം നമ്പർ എടുത്താൽ, അപ്പോൾ 2 എന്ന പ്രൈം നമ്പർ നോക്കിക്കോളൂ നിങ്ങൾ, 2 ഫാക്ടർ മാത്രം. അപ്പോൾ 2ന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. 2 is the only even prime number. അപ്പോൾ ആകെ ഒരു ലോകത്തന്നെ ഒരു ഈവൺ ആയിട്ടുള്ള ഒരൊറ്റ പ്രൈം നമ്പർ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് 2. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക. മറ്റൊരു എക്സാമ്പിൾ നിങ്ങളിപ്പോൾ 7 എടുത്തു നോക്കിക്കോളൂ. അപ്പോൾ 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും എത്ര മാത്രമേ ഫാക്ടേഴ്സ് ഉള്ളൂ? 7ഉം 1ഉം മാത്രമേ ഫാക്ടേഴ്സ് ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മറ്റേ ഭാഗത്തേക്കും കൂടെ ഒന്ന് കിടക്കുകയാണ്. കോമ്പോസിറ്റ് നമ്പർ. കോമ്പോസിറ്റ് നമ്പർ അഥവാ ഭാജ്യസംഖ്യകൾ. എന്താണ് ഈ കോമ്പോസിറ്റ് നമ്പർ? അപ്പം നിങ്ങൾക്ക് അതിന് ജസ്റ്റ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തായിരിക്കും വരിക? മോർ ദാൻ 2 ഫാക്ടേഴ്സ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. നമ്മളിപ്പോൾ ഇന്ന് പഠിക്കുന്നത് പ്രൈം നമ്പറും അതിൻ്റെ കോൺസെപ്റ്റും അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ മക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കോമ്പോസിറ്റ് നമ്പറും കൂടി ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ if you are taking 15, അപ്പോൾ 15 എന്ന നമ്പറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് നോക്കിക്കോളൂ. നിങ്ങൾ എങ്ങനെയൊക്കെ 15നെ നിങ്ങൾ മാറ്റി എഴുതും? 15 ഫാക്ടറാണ്, 1 ഫാക്ടറാണ്, 5 into 3 എന്ന് പറഞ്ഞാലും 15 ആണ് അല്ലേ? അപ്പോൾ മോർ ദാൻ 2 ഫാക്ടേഴ്സ്. അപ്പോൾ ഇങ്ങനെ വരുന്ന നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് പ്രൈം നമ്പർ കണ്ടുപിടിക്കുക? ജസ്റ്റ് ഒന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം, ശ്രദ്ധിച്ചോളൂ. അപ്പം നമുക്കൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം. ഫസ്റ്റ് തന്നെ 61 എന്ന നമ്പർ എടുക്കാം. അത് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ ഫസ്റ്റ് 61 എഴുതി. ഈ 61 എന്ന നമ്പർ ഏത് സ്ക്വയർ നമ്പറിൻ്റെ അടുത്താണ് എന്ന് ചെക്ക് ചെയ്യുക ഫസ്റ്റ്. അപ്പോൾ നിങ്ങളിത് ഇപ്പോൾ ഇവിടെ ഞാൻ ടേബിൾസ് ഇത് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇവിടെ നോക്കിക്കോളൂ, 64 എന്ന് കണ്ടോ? അപ്പോൾ ഈ 61ൻ്റെ തൊട്ട് മുൻപത്തെ നമ്പർ അല്ലേ 64? അതായത് 8 സ്ക്വയർ ഇസ് ഈക്വൽ ടു 64 എന്ന് നമുക്കറിയാം അല്ലേ? നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പർ അതിൻ്റെ തൊട്ട് മുകളിലുള്ള സ്ക്വയർ നമ്പറിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, മറന്നു പോകരുതേ. ഓക്കെ, അപ്പം നമുക്ക് കിട്ടി 64 ആണ്. അപ്പോൾ 64 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 8 സ്ക്വയർ ആണ്. ഇനി നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് 8ൻ്റെ താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. അപ്പം നിങ്ങളൊരു 10 വരെയുള്ള നമ്പേഴ്സിനെ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളൂ. എങ്ങനെ? പ്രൈം നമ്പേഴ്സിനെ. അതായത് നിങ്ങൾക്ക് അറിയാൻ വരും 10 വരെയുള്ള പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. ഇത്ര 4 നമ്പേഴ്സേ ഉള്ളൂ. ഇത് നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ എത്ര പണിയുണ്ടോ? അപ്പോൾ ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇത് ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 വരെയുള്ള ഏത് പ്രൈം നമ്പർ ചോദിച്ചാലും പെടപെടാന്ന് ആൻസർ പറയാൻ പറ്റും. അപ്പം ശ്രദ്ധിച്ചോളൂ എന്താ ഞാൻ ചെയ്യുന്നത് എന്നാൽ 61 എന്ന നമ്പറിനെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ചെയ്യാനൊന്നും നമ്മൾ ഡിവൈഡ് ഒന്നും വെച്ച് ചെയ്യരുതേ. നിങ്ങൾക്കറിയാൻ പറ്റും ലാസ്റ്റ് ഡിജിറ്റ് ഈവൺ ആണെങ്കിലേ 2ൽ ഡിവിസിബിൾ ആവുള്ളൂ അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഓഡാണ്. അപ്പോൾ ഈ നമ്പർ എന്തായാലും 2ൽ പോകില്ല.
ത്രീൻ്റെ ടേബിൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 6ഉം 1ഉം കൂട്ടി നോക്കുക. 6ഉം 1ഉം കൂട്ടുമ്പോൾ 7 ഡിവൈഡഡ് ബൈ 3 പോവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 61ലും പോകില്ല. 5ൻ്റെ എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക ഡിവിസിബിലിറ്റി? ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കണം, അല്ലെങ്കിൽ 5 ആയിരിക്കണം. അപ്പം അതും നമ്മൾ പോവില്ല. 7 വേണമെങ്കിൽ നിങ്ങൾ ടേബിൾ ചെല്ലി നോക്കുക. അതിന് പ്രത്യേക ഡിവിസിബിലിറ്റി ടെസ്റ്റ് ആയിട്ടൊന്നുമില്ല. അപ്പം നിങ്ങൾ 7ൻ്റെ ടേബിൾ ചെല്ലി നോക്കുമ്പോൾ നമുക്ക് എന്താ അറിയാൻ പറ്റും? 7 നിങ്ങൾക്ക് വരുന്നത് 7 × 9 63 എന്നാണ് വരുന്നത് അല്ലേ? 61 ഒന്നും വരുന്നില്ല. അപ്പം 7ലും പോവില്ല. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? 61 എന്ത് നമ്പറാണ്? ഒരു പ്രൈം നമ്പറാണ്. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഏത് നമ്പർ എടുത്താലും ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പം നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 83 എന്ന നമ്പർ. ഓക്കെ, 83 എന്ന നമ്പർ ഇതേപോലെ തന്നെ തൊട്ട് മുൻപിലുള്ള എന്തെടുക്കണം? സ്ക്വയർ നമ്പറിനെ ചൂസ് ചെയ്യണം. അത് മറന്നു പോകരുതേ, ഫസ്റ്റ് തന്നെ അതാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, 1 4 16 എന്നൊക്കെ 81 ഉണ്ട്. 81 എടുക്കാൻ പാടില്ല, തൊട്ട് മുകളിലുള്ളതാണ് വേണ്ട. അപ്പോൾ 100 ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം 10 സ്ക്വയർ ഇസ് ഈക്വൽ ടു 100. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 10ന് താഴെയുള്ള നിങ്ങളുടെ പ്രൈം നമ്പേഴ്സ് എഴുതുക. അതല്ലേ ഇപ്പം നമ്മൾ നേരത്തെ എഴുതിയത്, അതന്നെ ഒരു പ്രശ്നവുമില്ല. 2 ഉണ്ട്, ഏതുണ്ട്? 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. ഈ 4 നമ്പർ തന്നെയുള്ളൂ 10ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ് വന്നിരിക്കുന്നത്, ഓഡ് നമ്പറാണ്. അപ്പോൾ അതിൽ 2ൽ ഡിവിസിബിൾ അല്ല, 2 പോവില്ല, കൃത്യമായിട്ട് ഈ നമ്പറിൽ പോവില്ല. 3ൽ ചെക്ക് ചെയ്യണമെങ്കിൽ 8ഉം 3ഉം നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. 8ഉം 3ഉം ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര വന്നു? 11 ആണ് വരുന്നത്. 11 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പറിലും 3 പോവില്ല. 5 നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് ഡിജിറ്റ് 0ഓ 5ഓ ആണോ നോക്കുക. അല്ല, അപ്പം അതും പോകില്ല. 7 നമുക്ക് ടേബിൾ അറിയാം, ടേബിൾ ചെല്ലി നോക്കുക. അപ്പം നിങ്ങൾക്ക് 70 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത 77 വരുന്നത്. അടുത്ത നമ്പർ നിങ്ങൾക്ക് വരുന്നത് 84 ആണ്, നോട്ട് 83. അപ്പം 7ലും പോകില്ല. അപ്പോൾ ഈ 4 നമ്പറിലും പോകുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് ഈ നമ്പറിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് എ പ്രൈം നമ്പർ. ഐഡിയ കിട്ടിയോ? അപ്പോൾ നമ്മൾ വേറൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം. കുറച്ച് വലിയ നമ്പർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം അല്ലേ? അപ്പം നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. 100ൽ വലിയൊരു നമ്പർ നമുക്ക് എടുത്തു നോക്കാം കേട്ടോ. അപ്പോൾ 113 ഇത് പ്രൈം നമ്പർ ആണോ എന്നാണ് നിങ്ങളോട് ചെക്ക് ചെയ്യാൻ പറയുന്നത്. ഇതേപോലെ തന്നെ അപ്പോൾ നമ്മൾ ടേബിളിൽ ഇവിടെ എത്തിയത് പോരാ, കുറച്ചും കൂടെ നമുക്ക് വേണം. അപ്പോൾ നിങ്ങൾക്കറിയാം 11 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 121 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 113 ആണ്. അപ്പോൾ ഈ നമ്പർ എന്ന് പറയുന്നത് 11 സ്ക്വയറിൻ്റെ 121 എന്ന നമ്പറിൻ്റെ തൊട്ട് താഴെയുള്ള നമ്പറാണ് അല്ലേ? ആ സ്ക്വയർ നമ്പറിൻ്റെ തൊട്ട് താഴെയുള്ളതാണ്. അപ്പോൾ നമുക്ക് 11 വരെയുള്ള നമ്പേഴ്സിനെ ചൂസ് ചെയ്യണം, പ്രൈം നമ്പേഴ്സിനെ. അപ്പോൾ 11 വരെയുള്ള നമ്പേഴ്സ് പറഞ്ഞാൽ ഇപ്പോഴുള്ള നമ്പേഴ്സ് തന്നെ ഏതൊക്കെയാണ്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട് അല്ലേ? 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല, പിന്നെ 11 വേണ്ട. 11 വരെ അതിൻ്റെ അടുത്ത് വരെയുള്ള മതി. അപ്പോൾ ഈ 4 തന്നെ ഇവിടെയും ചെക്ക് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ പറഞ്ഞോളൂ, 2ൽ ഈ നമ്പർ പോവോ? ഇല്ല, ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്, പോകില്ല. അടുത്ത 3 1 4 1 5 എന്ന നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഈ 3ലും പോവില്ല. ലാസ്റ്റ് ഡിജിറ്റ് 5ഉം 0ഉം അല്ല, അപ്പോൾ അതുകൊണ്ട് 5ലും പോവില്ല. വേണമെങ്കിൽ നിങ്ങൾ 7ൻ്റെ ടേബിൾ അറിയില്ലെങ്കിൽ അത് മാത്രം വേണമെങ്കിൽ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കോളൂ. അത്ര വരെ നിങ്ങൾക്ക് ബൈ ഹാർട്ട് അല്ലെങ്കിൽ. അപ്പോൾ ഇത് 7ൽ പോവോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത് 7ലും പോകില്ല. Therefore it is clearly a prime number. ഇപ്പം ഐഡിയ മനസ്സിലായില്ലേ? എത്ര പെട്ടെന്ന് തന്നെ നമ്മൾ പ്രൈം നമ്പേഴ്സിനെ എത്തിച്ചു അല്ലേ? തൊട്ട് മുമ്പുള്ള കുറച്ചും കൂടെ വലിയ നമ്പേഴ്സ് എടുക്കണമെങ്കിൽ ഇതുപോലെ എടുക്കുക. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ, നിങ്ങൾ ഏത് സ്ക്വയർ നമ്പറാണോ എടുക്കുന്നത് അപ്പോൾ ആ നമ്പറിൻ്റെ തൊട്ട് താഴെയുള്ള പ്രൈം നമ്പേഴ്സിനെ ഒന്ന് പഠിച്ചു വെക്കണം. ഇപ്പോൾ 15 സ്ക്വയർ ഒക്കെ ആണെങ്കിൽ, നിങ്ങളിപ്പോൾ 225 വരെയുള്ള നമ്പേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 15 താഴെയുള്ള പ്രൈം നമ്പറും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ 7 കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട് പ്രൈം നമ്പർ? 11 ചെക്ക് ചെയ്യണം, പിന്നെ 13ഉം ചെക്ക് ചെയ്യേണ്ടി വരും.
അപ്പോൾ അങ്ങനെ നമ്പേഴ്സ് ചെക്ക് ചെയ്യണം. പക്ഷേ മക്കൾക്ക് സ്കൂളിലുള്ള ക്വസ്റ്റ്യനിലൊന്നും അത്ര വലിയ പ്രൈം നമ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല. എത്ര മാത്രമേ ഉണ്ടാവുള്ളൂ? ലെസ് ദാൻ 100 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു 4 നമ്പർ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ആൻസർ കിട്ടും. അതായത് 2-ൽ പോവുക ചെക്ക് ചെയ്യുക, 3-ൽ ചെക്ക് ചെയ്യുക, 5-ൽ ചെക്ക് ചെയ്യുക, 7-ൽ ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ കോൺസെപ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വളരെ എളുപ്പമാണ്. അപ്പം ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ പുതിയൊരു ട്രിക്കൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതിന് മുമ്പേ എനിക്ക് നിങ്ങളോടൊരു കാര്യം കൂടെ പറയാണ്ട്, ഇപ്പോഴത്തെ +1 കുട്ടികൾക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ എക്സാം നടത്താൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ നമ്മളോട് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മാത്സിൻ്റെ ഒരു റിവിഷൻ പോലെ വേണമെന്ന് പല കുട്ടികളും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ ആ ഒരു ഭാഗം ഓരോരോ പാഠം വൈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഡിപ്പെൻസ് മാത്സിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഓക്കെ അത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എല്ലാ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളൂ. വളരെ എളുപ്പത്തിൽ തന്നെ കോൺസെപ്റ്റ് പ്ലസ് നിങ്ങൾക്ക് ആ പ്രോബ്ലം കൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം ഓരോരോ ചാപ്റ്റർ വൈസ്. അപ്പം നിങ്ങൾക്ക് പിന്നെ മാത്സിൻ്റെ കാര്യം ഓക്കെ ആക്കാം. ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ മക്കൾ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഒന്ന് വേറെ ഏതെങ്കിലും ഇതുപോലെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് നോക്കിയിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.